ഹലോ എവ്രി വൺ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ BEGS 186 വേണ്ടി സെപ്പറേറ്റ് ഒരു ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ള ആളുകൾക്ക് നമ്മുടെ ഈ ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്കറിയാം BEGS 186 സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിന് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ടോട്ടലി 5 ക്വസ്റ്റ്യൻസ് ആണ് റെഗുലറായിട്ട് ചോദിക്കാറുള്ളത്. അപ്പം പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പറുകളെല്ലാം തന്നെ നമ്മൾ എടുത്താൽ നമുക്ക് കാണാൻ സാധിക്കും സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. അപ്പം നമ്മുടെ ഈ ഒരു ക്ലാസ്സും നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ എടുക്കുന്ന സമയത്ത് നമുക്ക് കാണാം ടോട്ടലി 100 മാർക്കിനാണ് ഈ ഒരു എക്സാംസ് വരുന്നത്. അതിൽ തന്നെ 5 ക്വസ്റ്റ്യൻ ആണ്. ഓരോ ക്വസ്റ്റ്യനും 20 മാർക്സ് വീതമാണ്. അപ്പം നമ്മൾ ഈ ഒരു ത്രൂ ഔട്ട് ക്ലാസ്സിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് ഈ 5 ക്വസ്റ്റ്യൻസിനെയും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യും. അതോടൊപ്പം തന്നെ പ്രീവിയസ് ഇയേഴ്സ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു 5 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാണ് ത്രൂ ഔട്ട് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പം നമുക്കറിയാം ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ BEGS 186 സംബന്ധിച്ചിടത്തോളം 5 ക്വസ്റ്റ്യൻ ആണ്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റീഡിംഗ് കോംപ്രിഹെൻഷൻ ആണ് അല്ലേ. അപ്പം റീഡിംഗ് കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. ഇതിന് 20 മാർക്സ് ആണ് ഈ ഒരു പേപ്പറിൽ അലോട്ട് ചെയ്തിട്ടുള്ളത്. ഇതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ റൈറ്റ് എ ഷോർട്ട് നോട്ട്സ് ഓൺ എനി 2 ഓഫ് ദി ഫോളോയിങ് അല്ലേ. അപ്പം ഈ ഒരു രണ്ടാമത്തെ ക്വസ്റ്റ്യൻ റെഗുലർ ആയിട്ട് വരാറുള്ളത് നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽസിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. അപ്പം ഷോർട്ട് നോട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ്. ഇതും നമ്മൾ പ്രീവിയസ് ഇയേഴ്സിൽ ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ നമ്പർ 3 റെഗുലർ ആയിട്ട് 3 ക്വസ്റ്റ്യൻ ആണ് വരാറുള്ളത്. ഈ ക്വസ്റ്റ്യൻ നമ്പർ 3 റെഗുലർ ആയിട്ട് 3 ക്വസ്റ്റ്യൻസ് ആണ് വരാറുള്ളത്. അതിൽ ഫസ്റ്റ് യൂസ് ദി കറക്റ്റ് ഫോം ഓഫ് ദി വേർബ് അല്ലേ. സെൻറ്റൻസ് തന്നിട്ടുണ്ടായിരിക്കും, പാസേജ് തന്നിട്ടുണ്ടായിരിക്കും. അതിൽ വേർബിൻ്റെ കറക്റ്റ് ഫോം ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫ്രെയിം ദ ക്വസ്റ്റ്യൻസ് യൂസിങ് ദി WH വേർഡ്സ് അല്ലെ. WH വേർഡ്സ് ഉപയോഗിച്ചുകൊണ്ട് ക്വസ്റ്റ്യൻസ് ഫോം ചെയ്യാനാണ് രണ്ടാമത്തത് ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. അതുപോലെ തന്നെ മറ്റൊന്ന് നമ്മളോട് കംപ്ലീറ്റ് ദ സെൻറ്റൻസസ് വിത്ത് ദി കറക്റ്റ് കമ്പാരിറ്റീവ് ഓർ സൂപ്പർലേറ്റീവ് ഫോം ഓഫ് ദി അഡ്ജക്റ്റീവ്. ഇങ്ങനെ ക്വസ്റ്റ്യൻ നമ്പർ 3 3 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 3 ടോട്ടലി 20 മാർക്സ് ആണ് വരുന്നത്. അപ്പം നമ്മൾ ഈ ഓരോ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ സെപ്പറേറ്റ് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ ക്വസ്റ്റ്യൻ നമ്പർ 4 റെഗുലർ ആയിട്ട് വരാറുള്ളത് ഇമെയിൽ ഡ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെയും ശ്രദ്ധിക്കുക 20 മാർക്സ് ആണ് ഈ ഒരു ഇമെയിൽ ഡ്രാഫ്റ്റ് ചെയ്യുന്നതിന് വരുന്നത്. അപ്പം നമ്മൾ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനും നമ്മൾ ഈ ഒരു ക്ലാസ്സിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. താല്പര്യമുള്ള ആളുകൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. പിന്നെ ക്വസ്റ്റ്യൻ നമ്പർ 5 റെഗുലർ ആയിട്ട് ചോദിച്ചു വരുന്നത് പ്രിപ്പയർ എ ഡയലോഗ് അല്ലേ. ഡയലോഗ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാധാരണ ചോദിക്കാറുള്ളത്. ഇതും 20 മാർക്സിനാണ്. അപ്പം നമ്മൾ ഈ ഒരു ഡയലോഗ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഏതൊക്കെ എക്സ്പ്രഷൻസ് ആണ് വേണ്ടത് തുടങ്ങിയ കാര്യങ്ങളും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പം താല്പര്യമുള്ള ആളുകൾക്ക് നമ്മുടെ ഈ ഒരു ക്ലാസ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മുടെ വെബ്സൈറ്റ് www.ignoclasses.in ഈ ഒരു വെബ്സൈറ്റിൽ വന്ന് നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസും അതുപോലെ തന്നെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാവുന്നതാണ്. എനിവേ, നൗ ലെറ്റ് മീ സ്റ്റോപ്പ് ഹിയർ. ഹാവ് എ നൈസ് ഡേ.